സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെന്റ് മാറി വന്നപ്പോൾ കിഫ്കോൺ പോലെയുള്ള ഒരു ഏജൻസിയെ കുറിച്ച് ഗവൺമെന്റ് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അതുണ്ടാവുക. പക്ഷേ ചീഫ് കൺട്രോൾ ഓഫീസറെ നിയമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്താനുള്ള ഒരു സ്ഥിരം സാന്നിധ്യം നഷ്ടപ്പെടും. അത് ഗുരുതരം. എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേറെ ഒരു പണിയും ഇല്ലെന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ പറയുന്നത് പോലെ ഇവർക്ക് വേറെ ഒരു പണിയുമില്ല. അധികാരത്തിൽ നിന്ന് ജനങ്ങൾ തോൽപ്പിച്ച് വിട്ടിട്ടും ജനങ്ങൾ വികസന മാറ്റത്തിന് വേണ്ടിയിട്ട് വോട്ട് മാറ്റി കുത്തി ഇടതുപക്ഷം എന്ന് പറയുന്ന ഹൃദയപക്ഷം എന്നൊക്കെ പലരും വിളിക്കുന്ന ആ ഒരു പാർട്ടിയെ തോൽപ്പിച്ച് വിട്ടിട്ടും എന്തിനാണ് ഇവർ ഈ കിടന്ന് ത്വരയുണ്ടാക്കുന്നത്, അല്ലെ എന്തിനാണ് ഇത്രയും വ്യഗ്രത കാണിക്കുന്നത് വയനാട് വിഷയങ്ങളിൽ? എന്ത് കാര്യമാണ് നിങ്ങൾ ഭരണത്തിലിരിക്കുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളതെന്നാണ് ഈ സൈബർ ഇടങ്ങളിൽ സൈബർ പോരാളികൾ കുറേ പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാട് ടൗൺഷിപ്പിൽ നിങ്ങൾ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞ വീടുകൾ എവിടെയെന്നൊക്കെ പല ആളുകളും ചോദ്യങ്ങളുമായിട്ടൊക്കെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. എന്താണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്? നിങ്ങൾ ഭരണത്തിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ശരിക്കും ചെയ്തിട്ടുള്ളത്? ഈ ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അവർ പറയുന്നത് വയനാട്ടിലെ ഊരാളുങ്കൽ സൊസൈറ്റിയുമായിട്ട് ഈ പറയുന്ന ഇടതുപക്ഷത്തിന് വലിയ വഴിവിട്ട ബന്ധമായിരുന്നു ഉണ്ടായിരുന്നതാണ് ആദ്യകാലങ്ങളിൽ മുതൽ ഇപ്പോൾ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ 178 വീടുകളുടെ പണി ഇതുവരെയും പൂർത്തിയായിട്ടില്ല എന്ന് പറയുന്ന വേറൊരു കൂട്ടം ആളുകളുമുണ്ട്. ഈ ഒരു സമയത്താണ് നിങ്ങൾ ഓർക്കണം കേട്ടോ, അത് 100 വീടുകളുടെ അല്ല 150 വീടുകളുടെയും താക്കോൽദാനം കഴിഞ്ഞ ഒരു സമയത്താണ് ഈ വീടുകളൊന്നും വെച്ച് നൽകിയിട്ടില്ല, ഇടതുപക്ഷം വീടുകളൊന്നും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ കിടന്ന് കുരയ്ക്കുന്നത്. ഈ ഒരു സമയത്ത് ഇടതുപക്ഷത്തിനെ അധികാരത്തിൽ നിന്ന് മെയ് 4-ാം തീയതി ഇലക്ഷൻ്റെ വോട്ടൊക്കെ എണ്ണിയ സമയത്ത് ഇടതുപക്ഷം തകർന്നടിഞ്ഞ് ഒരു രീതിയിലും ഒരിടത്തും കയറി വരാൻ സാധിക്കാത്ത രീതിയിൽ 35 സീറ്റുകളോളമായിട്ട് ചുരുങ്ങിപ്പോയൊരു കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം വലിയ വിമർശനങ്ങളാണ് സൈബർ ഇടങ്ങളിൽ ഈ ഇടതുപക്ഷത്തിനെതിരെ ഉണ്ടായിരുന്നത്. ഇന്ന് അതേ സമയത്ത് വലതുപക്ഷത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പല മാധ്യമങ്ങളും ഇടതുപക്ഷം തന്നെയായിരുന്നു ശരിയെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്താണ് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്നുള്ളത്. ഇത് ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ല, കുറച്ച് അടിമകൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഞാനതൊന്ന് ഹൈലൈറ്റ് ചെയ്തതേ ഉള്ളൂ. എന്താണ് ചെയ്തതെന്നുള്ളത്, ഇടതുപക്ഷം അവിടെ എന്താണ് ചെയ്തു വെച്ചതെന്നുള്ളത് നന്ദിയുള്ള അവിടുത്തെ ജനങ്ങൾക്ക് അറിയാമല്ലേ. നെറുകെട്ട ജനങ്ങളെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ബോക്സിൽ വന്ന് കിടന്ന് കുറച്ച് മക്കളൊക്കെ കരയുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്ത വികാരത്തിന്റെ അല്ലെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ കരയുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കരയുന്നവർ എത്ര വേണം കരഞ്ഞോട്ട്, ഒരു കുഴപ്പമില്ല. ചെയ്യേണ്ടതെല്ലാം കൃത്യമായിട്ട് ചെയ്തു കൊടുത്ത പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ നയിച്ച ഒരു പാർട്ടി തന്നെയായിരുന്നു ഇടതുപക്ഷം. നല്ല മനുഷ്യർ ഹൃദയപക്ഷം എന്ന് വിളിക്കുന്ന ഇടതുപക്ഷം വേണ്ടതെല്ലാം നോക്കിയും കണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത് പോലെ, നമ്മുടെ മക്കളെ നമ്മൾ നോക്കുന്നത് പോലെ, നമ്മളെ കേരളത്തിനെ താങ്ങായും തണലായും കാത്തു സൂക്ഷിച്ചൊരു മനുഷ്യൻ തന്നെയായിരുന്നു പിണറായി വിജയൻ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്ന് ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം പൂക്കി CM ചിരിക്കുന്ന പൂക്കികളെല്ലാം അധികാരത്തിൽ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്? ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലേ. ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരുന്ന പല പദ്ധതികളും ഇവർ വേണ്ടെന്ന് വെക്കുന്ന ഒരു വലിയൊരു മാറ്റം തന്നെയാണ് ലൈഫ് മിഷൻ. ഒരുപാട് പാവങ്ങൾക്ക് വീട് കിട്ടുന്നൊരു പദ്ധതിയായിട്ടുള്ള ലൈഫ് മിഷൻ എന്ന് പറയുന്നൊരു പദ്ധതി വേണ്ടെന്ന് വെച്ചതും അതിലൊരു മാറ്റത്തിലെ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഈ ക്ഷേമ പെൻഷൻ. ആ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതും ആ മാറ്റത്തിൽ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലേ. അതുപോലെ എത്രയെത്ര വിഷയങ്ങൾ എടുത്തു പറയേണ്ടത് വയനാട്ടിലെ ഇപ്പോൾ ഈ K. രാജൻ എന്ന് പറയുന്ന റവന്യൂ മിനിസ്റ്റർ, അദ്ദേഹം സംസാരിക്കുന്നതും വയനാട്ടിലെ ആ വിഷയത്തെപ്പറ്റി തന്നെയാണ്. വയനാട്ടിൽ വീട് പണിക്ക് അല്ലെ വയനാട് ടൗൺഷിപ്പ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനം വന്നിട്ടില്ല. ഇവിടെ ചിരിക്കുന്ന മുഖ്യമന്ത്രിയും ചിരിക്കുന്ന മന്ത്രിയുടെ അല്ലെ മന്ത്രിസഭയിലുള്ള ആളുകളുമെല്ലാം ഒരു കാര്യത്തിൻ്റെ പിന്നാലെ ഓട്ടത്തിലാണ്. എന്താണ്? സ്മാരകം പണിയാൻ വേണ്ടിയിട്ട്. ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ അന്തരിച്ച അതുല്യനായ കലാകാരനായിട്ടുള്ള സലീം കുമാറിനും അതേപോലെ ഗായകനും ഒക്കെ വേണ്ടിയിട്ട് സ്മാരകം പണിയാനായിട്ടുള്ള ഓട്ടത്തിലാണത്രേ. 1 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. നിങ്ങളൊന്ന് ഓർക്കണം, പൂച്ച പറ്റി കിടക്കുന്ന പൊതുഖജനാവിൽ 1 രൂപ പോലും ഇല്ല എന്ന് പറഞ്ഞ, അതുപോലെ പൂച്ച പറ്റി കിടക്കുകയാണെന്ന് പറഞ്ഞ ആളുകൾ തന്നെയാണ് ഈ പൊതുഖജനാവിൽ നിന്ന് തന്നെ 1 കോടി രൂപ ഈ സ്മാരകം പണിയാനായിട്ട്, അതായത് ഇവരുടെ പ്രത്യേക താല്പര്യാർത്ഥം സ്മാരകം പണിയാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. ഈ നാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണോ ഇവർ ചെയ്യാനായിട്ട് പോകുന്നത്? ഇപ്പോൾ സലീം കുമാറിൻ്റെ ആ ഒരു പേരിലൊരു സ്മാരകം പണിയുമ്പോൾ അത് പ്രതിമയല്ല എന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഞാനത് പ്രതിമയാണെന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ ആ ഒരു സ്മാരകം പണിയുന്ന ആ 1 കോടി രൂപ വെച്ചിട്ട് ഒരു 10 വീടെങ്കിലും എല്ലാ സൗകര്യങ്ങളോടുകൂടി എല്ലാം സജ്ജീകരിച്ച് ഒരു 10 വീടെങ്കിലും ഇവർക്ക് പൂർത്തിയാക്കാൻ സാധിക്കില്ലേ? ആ ഫണ്ട് എടുത്തിട്ട് ഇവർക്ക് ആ വയനാട്ടിലെ ആ ഒരു ദുരന്തബാധിതരുടെ വീടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തുകൂടെ? അല്ലെങ്കിൽ ആ പണിയൊന്ന് പൂർത്തിയാക്കാൻ എന്തെങ്കിലും ചെയ്തുകൂടെ? ഒന്നേന്ന് തുടങ്ങി വെക്കണമെന്നല്ല നമ്മൾ പറയുന്നത്. ഒന്നേന്ന് തുടങ്ങി വെക്കാൻ ഇവന്മാർക്ക് ഒരു കഴിവുമില്ല. കല്ലിടാൻ മാത്രമാണ് ഇവന്മാർക്ക് കഴിവുള്ളത്. കാക്ക പറന്നു പോകുന്നിടത്ത് കാഷ്ടം ഇടുമെന്ന് പറയുന്നത് പോലെ പോകുന്ന ഇടത്തെല്ലാം കല്ലിട്ടിട്ട് പോകാനാണ് ഇവർക്കെല്ലാം കഴിവുള്ളത്. ആ കല്ലിന് വലിയ
ദിവ്യ ശക്തിയാണ്, ആ കല്ലിന് വലിയ ശക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് മെഴുകാനുമാണ് ഇവന്മാർക്കൊക്കെ പ്രത്യേക കഴിവുള്ളത്. വലിയ വായ്ത്താളം വിടാൻ കഴിവുണ്ടെന്ന് സാരം. അപ്പം അങ്ങനെ എല്ലായിടത്തും കല്ലിട്ട് പോകുന്നു. അത് കഴിവുള്ള ആണത്തമുള്ള ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞ നട്ടലിന് ഉറപ്പുള്ള ആളുകൾ വന്നിട്ട് പണി പൂർത്തിയാക്കുന്നു. എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റും ഞങ്ങൾ കല്ലിട്ടത് കൊണ്ടല്ലേ ഇവരത് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിച്ചെടുക്കാൻ വേറൊരു ടീം നോക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഇവരോട് പറയുന്നില്ല ഇവർ പുതിയതായിട്ടൊരു വീട് വെച്ച് നൽകണമെന്ന് നമ്മൾ പറയുന്നില്ല. 178 വീടുകളിൽ 150 വീടുകൾക്ക് മുകളിൽ ഏകദേശം പൂർണ്ണമായിട്ടും അവർക്ക് കയറി താമസിക്കാനായിട്ട് അല്ലെ വാസയോഗ്യമാക്കിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെ സജ്ജീകരിച്ചിട്ടുള്ളതാണ് ഇടതുപക്ഷ സർക്കാർ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് തന്നെ. എന്നാൽ ഇടതുപക്ഷ സർക്കാർ ഇവിടെ അധികാരത്തിലിരിക്കുന്ന സമയത്ത് തന്നെ വയനാട്ടിലെ ആ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് ഫണ്ട് പിരിച്ചതിൽ വലിയ ക്രമക്കേടാണ്. ആ ഫണ്ടൊക്കെ എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ കരയുന്നത് കണ്ടിരുന്നു. പിരിച്ചിരിക്കുന്ന ഫണ്ട്, അതായത് DYFI SFI അങ്ങനെയുള്ള ഇവരുടെ സംഘടനകളിൽ കൂടി പിരിച്ചിരിക്കുന്ന ഫണ്ട് എവിടേക്കാണ് പോയിരിക്കുന്നത്, പിണറായി വിജയൻ്റെ വീട്ടിലേക്കാണോ പോയിരിക്കുന്നതെന്ന് വലിയ രീതിയിൽ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ അനുയായികളും അണികളും എല്ലാം കൂടി കരയുന്നുണ്ടായിരുന്നു. എന്നാൽ അതിന് കൃത്യമായിട്ടുള്ള തെളിവ് സഹിതം CITU, DYFI SFI എല്ലാ സംഘടനയും, ഇടതുപക്ഷത്തിൻ്റെ എല്ലാ സംഘടനയും കൃത്യമായിട്ടുള്ള കണക്കുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ രേഖയടക്കം കാണിച്ചു. അപ്പോഴും ഒരു രേഖ നമുക്കിവിടെ കാണാനില്ല. ഏത് രേഖയാണ്? ഈ നമ്മുടെ കയ്യിലെ രേഖയല്ല, വയനാട് ടൗൺഷിപ്പിന് വേണ്ടിയിട്ട് വലതുപക്ഷം പിരിച്ച ഫണ്ട് എവിടെയെന്നുള്ള രേഖ അത് ഒരിടത്തും കാണാനില്ല. അതൊരു ഇൻവിസിബിളായിട്ടുള്ള ഒരു അദൃശ്യമായിട്ടുള്ള, കല്ലിടുന്നത് പോലെ തന്നെ എന്തോ ഒരു അദൃശ്യ ശക്തിയാണ് ഇവർ പിരിച്ച ഫണ്ടിനുമുള്ളത്. മുൻപ് LDF സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഈ ചോദ്യങ്ങൾ ഞാൻ പലരോടും ചോദിക്കുമ്പോൾ അവരൊക്കെ പറഞ്ഞിരുന്നത് ഭരണപക്ഷമല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്, അപ്പം ഞങ്ങൾ പിരിച്ചിരിക്കുന്ന ഫണ്ട് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്, വലതുപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷം ചെയ്തതിന് ശേഷമേ ഈ വലതുപക്ഷമായിട്ടുള്ള ഭരണപക്ഷമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഭരണത്തിലിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് അവർ ചെയ്യുക, ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യും. പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല ഇവരുടെ പ്രഹസനം. ഇവർ അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നത് 100 വീടുകൾ ഞങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കുമെന്നാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കാണിച്ചിരുന്നു. സതീശൻ എന്ന് പറയുന്ന ഇന്നത്തെ ചിരിക്കുന്ന മുഖ്യമന്ത്രി കിടന്ന് മെഴുകുന്ന ഒരു വീഡിയോ. അതിൽ അദ്ദേഹം പറയുന്നത് 100 വീടുകൾ ഞങ്ങൾ ഏകദേശം വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ഞങ്ങളുടെ ലീഗ് 100 വീടുകൾ നൽകി. പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഒരു യോജന വഴിയിൽ കൂടി ഒരു 100 വീടുകൾ നൽകി. ഇപ്പോൾ ഏകദേശം 200 വീടുകളായി. ഞങ്ങൾ നൽകാമെന്ന് പറഞ്ഞ 100 വീടുകളുടെ പണി ഉടനെ ആരംഭിക്കും. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പറഞ്ഞൊരു കാര്യമാണ്. കഴിഞ്ഞ ഫെബ്രുവരി ഇവർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് പറഞ്ഞൊരു കാര്യമാണ്. ഏകദേശം ഇവർ പറഞ്ഞതിന് ഇപ്പോൾ ഒരു 150 വയസ്സായിട്ടുണ്ട്. അത്രയുമായിട്ട് പോലും ഇവരുടെ വീടുകൾക്കോ അല്ലെങ്കിൽ അവിടെ ഒരു കട്ട ഇറക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരു തടി ഇറക്കാനോ അല്ലെങ്കിൽ അവിടെ സിമൻറ്റ് ചാക്ക് ഇറക്കാൻ പോലും ഇവന്മാരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, സാധിച്ചിട്ടില്ല. വയനാട് ആ ഒരു ദുരന്ത മേഖല ഇപ്പോഴും ദുരന്തം പോലെ തന്നെ കിടക്കുകയാണ്. വികസന മാറ്റം വേണം, അതിനായിട്ട് പിണറായിയെ തോൽപ്പിക്കണം, അതിനായിട്ട് പിണറായി ഇവിടെ ഉണ്ടാവാനേ പാടില്ല എന്ന് ആഗ്രഹിച്ച ആളുകൾക്ക് കിട്ടിയ 8ന്റെ പണി അടപടലം മൂഞ്ചിയിരിക്കുകയാണ് വയനാട്ടിലെ ജനങ്ങൾ എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. നിസ്സംശയം നമുക്ക് പറയാം, 8ന്റെ പണി കിട്ടി. അരിയും മൂഞ്ചി, മണ്ണെണ്ണയും മൂഞ്ചി, ഒരു മാസത്തെ റേഷനും മൂഞ്ചി വയനാട്ടിലെ ആളുകളുടെ എന്ന് എടുത്തു പറയാം. ഇത് വയനാട്ടിലെ ആളുകളുടെ മാത്രമല്ല കേട്ടോ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ഉള്ള ആളുകളുടെ എല്ലാം അന്നം മുട്ടിയിരിക്കുകയാണ്. ഈവൻ നമ്മുടെ സ്വകാര്യ ബസ്സുകളുടെ കാഴ്ച നമുക്കറിയാം അല്ലേ. സ്വകാര്യ ബസ് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പൂക്കി സർക്കാർ അധികാരത്തിൽ വരുന്നു, ചിരിച്ചുകൊണ്ട് അവരുടെ കഴുത്തറത്തു. അതുകൊണ്ട് ഇപ്പോൾ സ്വകാര്യ ബസ് അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നു, അല്ലെ പലയിടങ്ങളിലും സർവീസുകൾ നടത്തുന്നില്ല. എന്തുകൊണ്ടാണ്? ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില കൂടുതൽ ഒരു സൈഡിൽ, മദ്യത്തിൻ്റെ വിലക്കുറവ് വേറെ സൈഡിൽ, പാലിൻ്റെ നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില കൂടുതൽ വേറെ സൈഡിൽ, ഇതെല്ലാം കൂടി കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ഇവർക്ക് അതിൽ നിന്ന് ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല. ബസ് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 103, 104 രൂപ കൊടുത്ത് ഡീസൽ അടിക്കണം. ഈ ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു 5000 രൂപയ്ക്കെങ്കിലും ഡീസൽ അടിച്ചിട്ടാണ് ബസ് സർവീസ് നടത്തുന്നത്. ഈ ബസ് സർവീസ് നടത്തുമ്പോൾ ആ 5000 രൂപയ്ക്ക് ഒരു ഡീസൽ, ഒരു എക്സാമ്പിൾ പറയുകയാണ് കേട്ടോ, ഈ 5000 രൂപയ്ക്ക് ഒരു ഡീസൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എത്ര രൂപ ലാഭം കിട്ടും? ആകെ ബസ്സിൽ കയറുന്ന 5 or 6 പേരാണ്. ഒരു ദിവസത്തെ സർവീസിൽ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 പേരായിരിക്കും. ആ 100 പേരെ വെച്ച് നോക്കിയാലും ആ അടിക്കുന്ന പെട്രോളിന് അല്ല ആ അടിക്കുന്ന ഡീസലിന് അതിനൊരു അനുപാതമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിനൊക്കെ യോജിക്കുന്ന രീതിയിൽ അവർക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് സ്വകാര്യ മേഖല അല്ലെ സ്വകാര്യ ബസ് മേഖല തൊഴിലാളികൾ ഇതെല്ലാം നിർത്തലാക്കാനായിട്ട് പോകുന്നത്. പലരും പിച്ചച്ചട്ടി എടുക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം, എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എത്ര സംസാരിച്ചാലും ഈ നാട്ടിലെ നന്ദികെട്ട ജനങ്ങൾ നിങ്ങളൊന്നുമല്ല, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് വേണ്ടി അധികാരത്തിൽ വന്നിരിക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനിടയിൽ നിങ്ങൾ സംസാരിക്കേണ്ട ആവശ്യകത ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മളെ മെഴുകാനായിട്ട് പലരും വരാറുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ കൺമുൻപിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മൾ വരച്ച് കാണിക്കും അല്ലെങ്കിൽ വിളിച്ച് കാണിക്കും. അത് വേണ്ട രീതിയിൽ ചെയ്യുന്നില്ലെങ്കിൽ അതിരൂക്ഷമായിട്ട് തന്നെ അതിനെ എതിർക്കുകയും ചെയ്യും. ഏതൊക്കെ കമൻറ്റോളി മക്കൾ വന്ന് മെഴുകിയാലും അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഞാൻ എടുത്തു പറയുകയാണ്. അപ്പോൾ ബാക്കി നമുക്കൊന്ന് കേട്ട് നോക്കാം എന്താണ് രാജൻ പറയുന്നതെന്നുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് വന്ന
ഇപ്പോൾ നോക്കിയപ്പോൾ 350 വീടുകളുടെ ടെറസ് വരെയുള്ള വാർപ്പ് കഴിഞ്ഞിരുന്നു. 327 വീടാണ് ആദ്യത്തെ 2 ഘട്ടത്തിൽ കൂടി ഉണ്ടാവുക. അപ്പം കുറച്ചൊരു വേഗത വർദ്ധിപ്പിച്ചാൽ ചെറിയ ഒരു മാസം കൊണ്ടോ 1.5 മാസം കൊണ്ടോ കൂടിയ 2 മാസം കൊണ്ടോ തീർക്കാവുന്ന വർക്കേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് എൻ്റെ ധാരണ. അതിനാവശ്യമായിട്ടുള്ള തൊഴിലാളികളെ ഉൾപ്പെടെ കൊണ്ടുവന്ന് നിർത്തി രാപ്പകലില്ലാത്ത വിധം ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് നിയന്ത്രിക്കാൻ ഒരു സംവിധാനം വേണം. സ്വാഭാവികമായിട്ടും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ജില്ലയുടെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രിയുടെയും കൂടി ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തും. കോൺഗ്രസ് തന്നെ മറുപടി പറയേണ്ട പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഒരു ആത്മാഭിമാനത്തിന്റെ പ്രശ്നമുണ്ടല്ലോ. നമ്മൾ പണം പിരിച്ച് 4 മാസക്കാലം മുമ്പ് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഞങ്ങളിത് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട ഒരു നിർമ്മാണ പ്രവർത്തന കേന്ദ്രത്തിൽ 4 മാസക്കാലം കഴിഞ്ഞിട്ടും തീരാത്തൊരു കിണർ മാത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ കുറിച്ച് ജനങ്ങൾക്കൊരു അവമതിപ്പ് ഉണ്ടാക്കുന്നത്. പണം പിരിച്ച് ഇത്തരം കാര്യങ്ങൾ പറയുന്നവര് അതിന് അക്കൗണ്ടബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ പണം നോക്കും, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം തീരുമാനിച്ചോളാം എന്ന് പറയുന്നത് ഒരു പൊതു രാഷ്ട്രീയത്തിൽ പറ്റുന്നതല്ല. അതിനൊരു അക്കൗണ്ടബിലിറ്റി വേണം. ജനങ്ങളാണ് അതിൽ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തേണ്ടത്. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവമായി കോൺഗ്രസ് കാണണം. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അങ്ങനെ ഒരു പരിപാടി നടത്തുകയും പിന്നെ അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടാതിരിക്കുകയും ചെയ്യുന്നത് ഭൂഷണമായ ഒരു കാര്യമല്ല. ജനങ്ങളോട് പറയാൻ തയ്യാറാകേണ്ടത്. കണ്ടില്ലേ, ഇതാണ് രാജൻ മിനിസ്റ്റർ അവിടെ വെച്ച് പറയുന്നത്. വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വയനാട് ടൗൺഷിപ്പിൻ്റെ പേരും പറഞ്ഞുകൊണ്ടല്ല വയനാട് ടൗൺഷിപ്പിൻ്റെ കാര്യത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഇവിടെ അധികാരത്തിലിരിക്കുന്ന സമയത്ത് എല്ലാം ചെയ്തു കൊടുത്തിട്ടും ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ കുറേ അധികം ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. ഇന്നൊന്നും കിട്ടാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ, അതായത് 100 കാര്യങ്ങൾ പിണറായി വിജയൻ ചെയ്തു കൊടുത്തിട്ട് അതിൽ ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് മുറവിളി കൂട്ടിയിരുന്ന, അതിനു വേണ്ടിയിട്ട് അടിയുണ്ടാക്കിയിരുന്ന, അതിനു വേണ്ടിയിട്ട് മാധ്യമങ്ങളിൽ വന്നിരുന്നുകൊണ്ട് ഘോര പ്രസംഗം നടത്തിയിരുന്ന പല ആളുകളും ഒരു കാര്യം പോലും ചെയ്യാതിരിക്കുന്ന സർക്കാരിനെ അനുകൂലിക്കുന്നത് കാണുമ്പോൾ എന്ത് നെറുകെട്ട രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഇത് വയനാട്ടിലെ ജനങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. നാളെ ഇതേപോലെ ഒരു ദുരന്തം എങ്ങും ഉണ്ടാവാതെ ഇരിക്കട്ടെ, ഇൻ കേസ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? 5 വർഷം കാത്തിരിക്കണമോ ഇനിയൊരു വികസന മാറ്റത്തിന് വേണ്ടിയിട്ട്? ഈ 5 വർഷം കൊണ്ട് നിങ്ങൾ വോട്ട് കുത്തി നിങ്ങളുടെ സമ്മതിദായക അവകാശം നിങ്ങൾ രേഖപ്പെടുത്തി വിജയിപ്പിച്ചു വിട്ട ആളുകൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഭരിക്കുന്നതെന്നും ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്നും ആർക്ക് വേണ്ടിയിട്ടാണ് നടപടികൾ എടുക്കുന്നതെന്നും ഒക്കെ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട ആവശ്യകതയുണ്ട്. നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് മെഴുകുന്നതിന് മുൻപ്, പിണറായി വിജയനെതിരെ സംസാരിക്കുന്നതിന് മുൻപ്, നിങ്ങൾ പിണറായി വിജയനെതിരെ സംസാരിച്ചു, എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് പിണറായി വിജയൻ എന്നല്ല, ഏതവൻ നല്ലത് ചെയ്താലും ഞാൻ അവരെ നല്ലതെന്ന് തന്നെ പറയും. ഇത് പിണറായി വിജയൻ നല്ലത് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് പിണറായി വിജയനെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പിണറായി വിജയനെതിരെ പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾ യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല. ആ വയനാട്ടിലെ ജനങ്ങളോടുകൂടി ഞാൻ പറയുകയാണ്, നിങ്ങളടക്കമുള്ള ആളുകൾ വോട്ട് മാറ്റി കുത്തിയത് കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഇവിടെ വേണ്ട എന്നുള്ളൊരു തീരുമാനമുണ്ടായതും ഈ ഇടതുപക്ഷത്തിനെ, അല്ലെങ്കിൽ ഹൃദയപക്ഷം എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടിയെ തോൽപ്പിച്ച് വിടാൻ ഇടയാക്കിയതും. പക്ഷേ പിണറായി വിജയനെയും ഇടതുപക്ഷത്തിനെയും തോൽപ്പിച്ച് വിട്ടതോടുകൂടി, ആ ഒരു പാർട്ടിയെ നിങ്ങൾ തോൽപ്പിച്ച് വിട്ടതോടുകൂടി വൻ വിജയം നിങ്ങൾ കരസ്ഥമാക്കി നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ശരിക്കും തോറ്റുപോയിരിക്കുന്നത് എനിക്ക് പറയാനുള്ളൂ. പിണറായി വിജയനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ തോൽപ്പിച്ചതോടുകൂടി സ്വയം തോറ്റ ഒരു കൂട്ടം ജനങ്ങളാണ് ഇന്ന് കേരളത്തിൽ ജീവിക്കുന്നതെന്നാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. ഇതാണ് വാസ്തവം, അല്ലേ? അതായത് വികസന മാറ്റത്തിന് വേണ്ടിയിട്ട് ഇവർ വോട്ട് കുത്തി, പക്ഷേ കിട്ടിയതോ വികസന മാറ്റമല്ല, പ്രഹസനം മാത്രമാണ്. എന്തൊക്കെയോ ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ മെഴുകുന്നു. ഈ മെഴുകുന്നതൊന്നും നടപ്പിലാക്കാനായിട്ടുള്ള കഴിവും കാര്യപ്രാപ്തിയും ഇല്ലാത്ത ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരിക്കുന്നു. എൻ്റെ പൊന്നു സതീശ, പ്രമാണിമാരുടെ കാല് നക്കാതെ ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിക്കുക. വെറുതെ ഈ താളം മാത്രം വിട്ടാൽ പോരാ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇതൊരവസ്ഥയാണ്, പാവങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇനിയും.